ഇന്നും മുസ്ലിം ലീഗിനെതിരെയും CPIക്കെതിരെയും രൂക്ഷ വിമർശനമാണ്, അധിക്ഷേപമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. മതകലഹം ഉണ്ടാക്കാനുള്ള കുൽസിത ശ്രമമാണ് ലീഗ് നടത്തുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. നമ്മളുള്ള വിശ്വസ്തതയും അവരിലുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് തോന്നിയതുകൊണ്ട് ആ വക്കാലത്തെല്ലാം അവിടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദമില്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. ചതിയൻ ചന്തു പരാമർശത്തിൽ തുടങ്ങിയ CPI പോരും വെള്ളാപ്പള്ളി തുടരുകയാണ്. CPI നിലപാട് ഇടതുമുന്നണിയിൽ അനൈക്യമുണ്ടാക്കിയെന്ന തോന്നലുണ്ടാക്കി. തന്റെ കയ്യിൽ നിന്ന് CPI നേതാക്കൾ കൈനീട്ടി കാശ് വാങ്ങിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. എന്നാൽ പണം വാങ്ങിയെന്ന ആരോപണം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിഷേധിച്ചിരിക്കുകയാണ്. മുന്നണിക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നും ബിനോയ് വിശ്വം പറയുന്നു. CPI ആത്മാർത്ഥമുണ്ടെങ്കിൽ അവർക്ക് ഈ തവണ കിട്ടിയ സീറ്റുകൾ എത്ര എന്ന് അതൊന്ന് പരിശോധിക്കട്ടെ. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം അവരുടെ സീറ്റ് വളരെ കുറഞ്ഞുപോയി. അതിന്റെ കാരണം എന്ത്? അവർ സ്വയം പഠിക്കട്ടെ. അവരൊന്നും മനസ്സിലാക്കണ്ടേ? അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇത് മാത്രം കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും, കൈ തരും. കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു എൻ്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിണറായി വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അവിടെ എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം, അവർക്ക് എല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അർജുൻ, SNDP യോഗത്തിന് കിട്ടേണ്ടതെല്ലാം ലീഗ് തട്ടിയെടുക്കുന്നു, മലപ്പുറത്തുകാർ തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴിതാ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനെ എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് വെള്ളാപ്പള്ളി. CPIക്കെതിരെയും ഈ പറഞ്ഞതുപോലെ അധിക്ഷേപവും വിമർശനവും ഒക്കെ അതേ ഭാഷയിൽ തുടരുകയും ചെയ്യുന്നു. വിനീത, പുതിയ വർഷത്തിലെ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. LDFിലെയും UDFിലെയും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം തന്നെയാണ്. നേരത്തെ തന്നെ മലപ്പുറം വിരുദ്ധ പരാമർശമൊക്കെ തന്നെ നടത്തിക്കൊണ്ട് വലിയ വിവാദങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ കണക്കുകളും അതേ ആരോപണങ്ങളും വീണ്ടും ഉന്നയിക്കുകയും ചെയ്തത്. അതായത് മലപ്പുറത്ത് സാമൂഹ്യനീതി നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. അധികാരത്തിൽ വന്നപ്പോൾ പോലും സാമൂഹ്യനീതി നടപ്പാക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിലും ഇത്തരത്തിൽ വേർതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 48 വിദ്യാഭ്യാസ അൺഎയ്ഡഡ് കോളേജുകളാണ് മുസ്ലിം ലീഗിനെ അനുവദിച്ചിട്ടുള്ളത്. അതേസമയത്ത് SNDPക്ക് ഒരു സ്ഥാപനം മാത്രമാണ് അനുവദിച്ചത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈഴവർക്കും മുസ്ലിം വിഭാഗത്തിനുമിടയിൽ സ്പർദ്ധയുണ്ടാക്കി വീണ്ടും ഒരു മാറാട് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് എന്ന ഒരു ഗുരുതരമായ ആക്ഷേപം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ LDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIക്കെതിരെയും കഴിഞ്ഞ 2 ദിവസമായി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ഈ മുന്നണിക്കുള്ളിലെ ചതിയൻ ചന്തുവാണ് CPI എന്നതായിരുന്നു ആദ്യ വിമർശനം. മുന്നണിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ പുറത്തു പറയുകയും അത്തരത്തിൽ മുന്നണിയിൽ അനൈക്യമുണ്ട് എന്ന് വരുത്തുകയും അത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനുശേഷം ഇത്തരത്തിൽ അതിന് CPI മറുപടി പറയുകയും ചെയ്തിരുന്നു. ഈ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതടക്കം തെറ്റാണ്, താനാണെങ്കിൽ അത് അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അത് ഇന്നലെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ കയ്യിൽ നിന്ന് പണം അടക്കം വാങ്ങിയിട്ടുണ്ട് CPI നേതാക്കൾ എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുകയാണ്. ശരിയാണ്, ബിനോയ് വിശ്വം അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.